അങ്ങനെ ഗുഡ് ബാഡ് അഗ്ലി എന്ന പടം കണ്ടു. അടിപൊളി പടം. അജിത്തിന്റെ ഫാൻസിന്റെ കൂടെ ഇരുന്ന് കാണണം. ഇറ്റ്സ് എ മെസ്മറൈസിങ് പെർഫോമൻസ്. ഇറ്റ്സ് എൻ ഇലക്ട്രിഫൈങ് പെർഫോമൻസ്. അതായത് കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗാങ്സ്റ്റർ കഥയാണ്. പക്ഷേ ഇതിനകത്ത് ലിങ്ക് ചെയ്യുന്നതും ഒരു ഗാങ്സ്റ്റർ എന്ന നിലയിൽ പല പടത്തിലെ സെഗ്മെന്റ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. അതാണ് ഇതിനകത്ത് അജിത്തിന്റെ ഫാൻസിന് ഈ പടം കണ്ടവർക്കെല്ലാം നല്ലതായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഈ പ്രായത്തിൽ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഹാറ്റ്സ് ഓഫ് ടു യു. അടിപൊളി. അത് നല്ല രീതിയിലാണ് അതിനെ പിക്ചറൈസ് ചെയ്തിരിക്കുന്നതും പറഞ്ഞു വരുന്നതും ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നതും ഡയലോഗ് ഡെലിവറി ആണെങ്കിലും അടിപൊളി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സിംഗിൾ പീസ് ഓഫ് ലാഗ് എലിമെന്റ്. ഇതൊരു ഫാൻ മൂവിയാണ്. ഒരു ബേസിക്കലി ഫാൻസിന് കാണാൻ പറ്റിയൊരു മൂവിയാണ്. താങ്ക് യു. അപ്പോൾ പടം പോയി കാണുക. എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾ അജിത് ഫാൻ ആണെങ്കിൽ ദയവായി പോയി കാണുക. പിന്നെ ഒരുപാട് എക്സ്പെക്ടേഷനോട് പോയി കാണില്ല. ഇറ്റ്സ് ലൈക്ക് ഒരു മസാല മൂവി എന്നുള്ള രീതിയിൽ പോയി കണ്ടാൽ മതി. ഒരു ഫാൻ ബേസ്ഡ് മൂവി എന്ന് പറഞ്ഞുള്ള രീതിയിൽ കണ്ടാൽ ഒരുപാട് എക്സ്പെക്ട് ചെയ്തു. ഭയങ്കര ത്രില്ലർ എലിമെൻ്റ് ഒന്നും ഇതിനകത്തില്ല. വലിയ കഥകളൊന്നുമില്ല. യൂഷ്വലി ഒരു ഗാങ്സ്റ്റർ മൂവിയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്കറിയാമല്ലോ. ഒരു സംഭവം നടക്കുന്നു, ഒരു ഇൻസിഡന്റ് നടക്കുന്നു, അതിനെ ചുറ്റിപ്പറ്റിയുള്ള നായകൻ വരുന്നു, വില്ലനെ കൊല്ലുന്നു, ഇതൊക്കെ തന്നെയാണ്. പക്ഷേ എന്നാലും അതിനകത്തൊരു പ്രത്യേകത ഒരു രസമുണ്ട് അത് കണ്ടുകൊണ്ടിരിക്കാൻ. താങ്ക് യു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ.